ഒരുപാട് സർക്കസിന് ശേഷം ഞാൻ ഈ വില്ലേജ് ഓഫീസറുടെ കസേരയിലെത്തിയത്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം സീതയുടെ ശത്രുവിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് ചേരാനുള്ള മീരയുടെ ആവശ്യം രാമൻ നിരസിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നീ ഒരു വിവാഹം കഴിക്കാൻ. ഉപദേശത്തിന് നന്ദി. മരിക്കുന്നതിന് മുൻപെങ്കിലും മകനെ കാണണമെന്ന് രാമന്റെ അമ്മയ്ക്ക് ആഗ്രഹം. വിളിക്കുമോ നീ അവനെ? വിളിക്കും, എടുക്കുന്നത് വരെ വിളിക്കും. അച്ഛന്റെ ആണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ വരാൻ നോക്കാന്നും പറഞ്ഞു. സത്യമാണോ കുമാരേട്ടാ? അച്ഛന്റെ ഓർമ്മദിനത്തിൽ രാമൻ എത്തുമെന്ന് സീത അറിയുന്നു. തുടർന്ന് കാണുക. കിടക്കുന്നില്ലേ മോളെ? അത് റാം നാട്ടിലേക്ക് പോവാ. അതിനെന്താ, നാടിനെ മറന്ന് ജീവിച്ചയാള് നാട്ടിലേക്ക് പോകുന്നു. അതൊരു നല്ല കാര്യല്ലേ? ഒന്ന് കൂടെ പോയാലൊന്ന് ആലോചിക്കാ ഞാൻ. അതിനെന്ത് ഇത്ര ആലോചിക്കാൻ? പോണെങ്കി അങ്ങ് പോയാ പോരെ. അതേപ്പറ്റി റാമിനോടൊന്ന് ചോദിക്കണം. ചിലപ്പോ ആൾക്ക് ഇഷ്ടപ്പെടില്ല. അതെന്താ അങ്ങനെ? ആളൊരു പ്രത്യേക ടൈപ്പല്ലേ. നിനക്ക് റാമിന് ജീവന്, അയാൾക്ക് തിരിച്ചു അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വാസം. എന്നാൽ റാം നിന്നെ വിവാഹം കഴിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. അതുകൊണ്ടാ റാമിനൊപ്പം നാട്ടിലേക്ക് പോണോന്ന് ഞാൻ കരുതുന്നത്. അവിടെ ചെന്ന ശേഷം എല്ലാവരെയും പരിചയപ്പെടണം, പ്രത്യേകിച്ച് റാമിന്റെ അമ്മയെ. ആഗ്രഹം മനസ്സ് വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല മോളെ. ഇത്രയും നാള് ഞങ്ങൾ കൊണ്ടുവന്ന പ്രപ്പോസലുകളൊക്കെ നീ എതിർത്തു. ഇപ്പൊ നീ ആയിട്ടൊരാളെ കണ്ടെത്തി. എന്തുകൊണ്ടും നിനക്ക് യോജിച്ചൊരു പുരുഷനെ. നീ അയാളെ വിടരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാ പറഞ്ഞത്, വേണമെങ്കിൽ കാര്യങ്ങൾ ഞങ്ങൾ തുറന്ന് സംസാരിക്കാം. വേണ്ടച്ച, അങ്ങോട്ടൊന്നും പറയണ്ട. റാമിന്റെ ഇഷ്ടം റാം തുറന്നു പറയട്ടെ. ഞാൻ റാമിന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് പറയട്ടെ. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒരാൾ പറയട്ടെ എന്ന ചിന്തയോടെ വാശിയോടെ മുന്നോട്ട് പോകും. അത് പലപ്പോഴും അവരുടെ കൂടിച്ചേരലിന് തടസ്സമാവുകയും ചെയ്യും. രാമൻ അകന്നുപോയാൽ മോളുടെ ജീവിതത്തിൽ ഇനിയൊരു പുരുഷനുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മോളേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ബന്ധം നടക്കണമെന്ന്. അതെ മോളെ, നീ റാമിനൊപ്പം പോവുകയാണെങ്കിൽ മടങ്ങി വരുമ്പോഴെങ്കിലും ഈ വിഷയത്തിൽ ഒരു ധാരണയുണ്ടായിരിക്കണം. റാമിനൊപ്പം ഞാൻ പോകുന്ന വിവരം ആദ്യം റാമിനെ ഒന്ന് അറിയിക്കട്ടെ. ഈ ബന്ധമെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു. ഒരാൾ കൂടി ചായ വേണം. ആഹാ, നീ രാവിലെ ഇങ്ങി പോന്നോ? ഇന്നലെ ചിന്തിച്ചു കിടന്നത് മുഴുവൻ റാമിനെ കുറിച്ചാ. റാമിനൊപ്പം നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ച്. ഓ, ഒറ്റയ്ക്ക് പോണോന്നാ എന്റെ തീരുമാനം. ഞാൻ കൂടി വന്നാൽ എന്താ കുഴപ്പം? റാമിന്റെ അമ്മ, നാട്, ഇതൊക്കെ ഞാനും കൂടി ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ? എന്നാലും അത് ശരിയാവില്ല. ശരിയാവില്ലേ? അതെന്താ? പല കാരണങ്ങളും ഉണ്ട്. എന്നെ അവിടെ വെച്ച് റാമിനൊപ്പം ആരെങ്കിലും കാണുന്നത് റാമിന് തലവേദന ഉണ്ടാക്കോ? ചിലപ്പോ ഉണ്ടാക്കിയെന്ന് വരാം. എങ്ങനെ? വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള പോക്ക. ഇടയ്ക്ക് പിറന്നാളിന് അമ്പലത്തിൽ പോയപ്പോ പോലും വീട്ടിൽ കയറിയിട്ടില്ല. അങ്ങനെ വരുമ്പോ അവിടെ ചെന്നിറങ്ങുന്നത് നിന്നെപ്പോലൊരു പെണ്ണിന്റെ ഒപ്പമാണെങ്കിൽ എന്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ നിന്നെ എന്റെ ഭാര്യയായിട്ട് കരുതിയാലോ? അങ്ങനെ കരുതിയാൽ ഇപ്പൊ അതിലെന്താ തെറ്റ്? റാമിന്റെ അമ്മയ്ക്ക് മോൻ വിവാഹം കഴിച്ചു കാണാൻ അതിയായ ആഗ്രഹം ഉണ്ടാവും. ആ നിലയ്ക്ക് നമ്മൾ ഒന്നിച്ച് ചെല്ലുകയും റാമിന്റെ കല്യാണം കഴിഞ്ഞുവെന്ന് അവരെ അറിയുകയും ചെയ്യുന്നത് നല്ലതല്ലേ? പിന്നെ ഈ വിഷയം പറഞ്ഞ ആര് ശല്യം ചെയ്യില്ലല്ലോ. നിനക്കറിയില്ല എന്റെ ലൈഫ്, കഴിഞ്ഞ കാല ജീവിതം. വാശിയോടെയാ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത്. അമ്മയോടും പിന്നെ വേറൊരാളോടും. ആരാ ഈ രണ്ടാമൻ? സീതയാണോ? ഈ സീത എന്ന് പറയുന്നവൾ എന്റെ മനസമാധാനം കളയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടെ പോവും. എന്താ ഇത്ര ആലോചിക്കുന്നത്? അല്ല,
ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് റാമിനൊപ്പം ഉറപ്പായിട്ടും വരണോന്ന് കരുതുക. വേണ്ടടി, വെറുതെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് ശരിയല്ല. തെറ്റിദ്ധാരണ പരത്താനല്ല റാം, നിങ്ങൾക്കൊപ്പമുള്ളൊരു യാത്ര, ആ നാട്, റാമിന്റെ വീട്, അതൊക്കെ ആസ്വദിക്കണമെന്നും കാണണമെന്നും ആഗ്രഹിച്ചു പോയി. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിരാശയാ. പ്രത്യേകിച്ചും മകന് വേണ്ടി കാത്തിരിക്കുന്ന ആ അമ്മ എന്റെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു. പിന്നെ സ്വന്തം അച്ഛന്റെ ആണ്ടല്ലേ. അങ്ങനെ വരുമ്പോ റാമും അമ്മയും ഒപ്പം ഇരുന്ന് ഒരു നേരം സദ്യ കഴിക്കുന്നതിൽ എന്താ തെറ്റ്? ഞാൻ എന്തു പറയാനാ? ഒന്നും പറയണ്ട, നമ്മൾ ഒന്നിച്ചു പോന്നു. അങ്ങനെ അങ്ങ് തീരുമാനിക്കും. സീതമ്മ എന്താ ആലോചിക്കുന്നേ? ഞാൻ ആലോചിക്കുകയാണെന്ന് മോക്ക് എങ്ങനെ മനസ്സിലായി? ഒന്നും മിണ്ടാത്ത സീതമ്മ നിൽക്കുമ്പോ എനിക്കറിയത്തില്ലയോ സീതമ്മ എന്തോ ചിന്തിച്ചോണ്ടിരിക്കുവാണെന്ന്? എനിക്കറിയാം. സീതമ്മ രാമനങ്കളെ കുറിച്ചല്ലേ ഓർത്തത്. വരും സീതമ്മ, ഇത്തവണ രാമനങ്കള് വരും. എന്നിട്ട് എന്റെ സീതമ്മയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. ആ അതെ മോളെ, രാമൻ വരുവാണെങ്കിൽ മോള് വിടരുത്. ഇനിയിപ്പോ വിടുവാണെങ്കിൽ തന്നെ രാമൻ മടങ്ങിപ്പോകുമ്പോ മോള് കൂടെ ഉണ്ടാവണം. അപ്പോ എന്റെ ചാരു? ഓ, ഇനിയിപ്പൊ എന്റെ പേര് പറഞ്ഞ് സീതമ്മ രാമനങ്കളൂടെ പോവാതിരിക്കരുത്. അങ്ങനെ പോവാതിരുന്ന ഞാനേ എല്ലാരും ഉറങ്ങി കിടക്കുമ്പോ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. മോളുടെ ഭാവിയെ പറ്റി നീ ചിന്തിക്കണ്ട സീതേ. നീയും രാമനുമായി ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഒരിക്കലും രാമൻ ചാരുമോളെ കൂടെ കൂട്ടില്ല എന്ന് വാശി പിടിച്ചിട്ടില്ല. രാമന്റെ അമ്മയ്ക്കായിരുന്നു അങ്ങനെ ഒരു കടുംപിടുത്തം. അതിനവർക്കുള്ള ശിക്ഷ കിട്ടിയില്ലേ? സ്വന്തം മോൻ എന്നേക്കുമായി അവർക്കരിയിൽ നിന്ന് അകന്നുപോയില്ലേ? ഈ അടുത്ത ദിവസം രാമന്റെ അമ്മയെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ ചങ്കെടുക്കുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. ചാരുമോളെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാ. എങ്ങനെയെങ്കിലും രാമനെ സീതയെ അങ്ങ് ഒന്നിപ്പിച്ചാൽ മതിയെന്ന്. അങ്ങനെ അവര് ചിന്തിക്കുമ്പോ പിന്നെന്താ തടസ്സം? നീയും രാമനും ഒന്നായാൽ കൂടെ നിന്റെ ഈ പുന്നാരമുളും ഉണ്ടാവും. ശ്രീയേട്ടന്റെ മനസ്സിന് മുറിവേറ്റിട്ടുണ്ട്. ചാരുമോള് വേണ്ടാന്ന് അമ്മയും വേണമെന്ന് ഞാനും വാശി പിടിച്ചപ്പോ ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കണമെന്ന് പാവം വാശി പിടിച്ചതാ. അവിടെ ഞാനും അമ്മയും ഞങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അവിടെ പിഴവ് സംഭവിച്ചത്. ഇത്തവണ എന്തായാലും രാമനങ്കൾ വന്ന രാമനങ്കളുടെ അമ്മ സീതമ്മയെ വിളിപ്പിക്കും. അവിടെ വച്ച് എന്നെ താലി കെട്ടിക്കും. നമ്മളെ പോലെ തന്നെ ഇപ്പോ രാമന്റെ അമ്മയും അങ്ങനെ ഒരു ചടങ്ങ് നടക്കണമെന്ന് ആഗ്രഹിക്കുക മോളെ. ഇതൊക്കെ നമ്മുടെ ആഗ്രഹം മാത്രം അച്ഛാ, അത് നടക്കണമെന്നില്ല. ശ്രീയേട്ടന് എന്നോടൊരല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ക്ഷേത്രത്തിൽ വന്നപ്പോ എന്നെ കാണാൻ ശ്രമിച്ചേനെ. പിറന്നാളിന് ഞാനും ശ്രീയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനാ പോയത്. എന്നിട്ട് ദൈവങ്ങൾ പോലും എന്നോട് ദയ കാട്ടിയില്ല. ശ്രീയേട്ടനെ ഒന്നും കാട്ടിത്തന്നില്ല.
അങ്ങനെ ദൈവങ്ങൾ പോലും മുഖം തിരിച്ചു നിൽക്കുമ്പോ നടക്കൂ? ശ്രീയേട്ടൻ മാറി ചിന്തിക്കൂ. മോള് നോക്കിക്കോ, കഴിഞ്ഞ 5 വർഷമായി ഓണത്തിനോ വിഷുവിനോ അച്ഛൻ്റെ ആണ്ടിനോ വരാതിരുന്നയാള് ഇത്തവണ പതിവ് തെറ്റിച്ചെങ്കിൽ സംശയം വേണ്ട, ആണ്ടിന് കൂടുക എന്നുള്ളത് മാത്രമല്ല ഈ വരവിൻ്റെ ഉദ്ദേശം. മോളുമായി ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെ അവൻ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് നീ പോകാൻ തയ്യാറായിരുന്നു. സീതമ്മ ചിന്തിക്കുവാണോ? ഏയ്, കള്ളം പറയണ്ട. ചിന്തിക്ക് ചിന്തിക്ക്. എഴുതെഴുത്. ഇനിയിപ്പോ ഒന്നല്ല 2 ഡയറി വേണ്ടിവരും. പെങ്ങളങ്ങ് പോയ രാമേട്ടൻ അച്ഛന്റെ ആണ്ടിന് വരുന്നോ സീതേച്ചി വിളിച്ചോണ്ട് പോന്നൊക്കെ പറയുന്ന കേട്ടു. അങ്ങനെ പോയാലേ പിന്നെ ഈ വീടിന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്ക്. സ്വന്തം മോക്ക് പോലും നേരെ ചൊവ്വേ ആഹാരം കിട്ടില്ല. ആ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഇപ്പോഴേ ഒരു കരുതൽ വേണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഇപ്പൊ ഇത്രയും കരുതലാണെങ്കിൽ ആ നേരത്തെ എന്തായിരിക്കും സ്ഥിതി? കരുതൽ മാത്രമേ കാണൂ, കഴിക്കാനായിട്ട് ഒന്നും കാണില്ല. നീ എന്നെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കരുത്. അതിനാര് മോശക്കാരനാക്കുന്നു? ഞാൻ പറഞ്ഞത് നടക്കാൻ പോകുന്ന സത്യോ. നീ ഒന്ന് ചിലക്കാതിരിക്കണേ. അതെ, രാമേട്ടൻ വരുവോ? ഇനി സീതേച്ചി എങ്ങനെ പോവോ? രാമേട്ടൻ വന്ന സീതേച്ചി പോവും. അയാൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. വരുന്ന വഴിക്ക് വണ്ടി എങ്ങാനും മറിഞ്ഞാ മതിയായിരുന്നു. നീ ഒന്ന് ചുമ്മാതിരിക്കേ. എന്താ വണ്ടി മറിഞ്ഞ അയാളങ്ങ് ചത്തുപോയാ ഗിരിയുണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടോ? എടി, എന്തൊക്കെ പറഞ്ഞാലും സീതേച്ചി എന്റെ സ്വന്തം പെങ്ങളാ. അവർക്കൊരു ജീവിതം കിട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. എന്തോന്ന് ദേ, മനുഷ്യനായ ഇനിയെങ്കിലും കുറച്ച് ആത്മാർത്ഥതയോട് സംസാരിക്കണം. ഞാൻ ഉള്ളിലുള്ളതെല്ലാം അതേപടി പുറന്തള്ളുന്നു, ഒരു കളങ്കവും ഇല്ലാതെ. ഗിരിയേട്ടനോ മനസ്സിലൊന്ന്, പുറത്തേക്ക് വരുന്ന മറ്റൊന്ന്. എനിക്കെന്തായാലും അതിന് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയാനുള്ളത് പറയും. രാമൻ മരിച്ചിട്ടാണെങ്കിലും ശരി, സീതേച്ചി ഇവിടെ ഉണ്ടാവണമെന്ന് എന്നെക്കാളും ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഗിരിയേട്ടനാവും. നിന്റെ ഇത്രം ഭാഷാണോ അല്ല എന്റെ മനസ്സിൽ. അതുകൊണ്ട് അങ്ങനൊന്നും ഏതായാലും ഞാൻ ചിന്തിക്കത്തില്ല. എന്നാ പിന്നെ പെങ്ങളങ്ങ് കല്യാണം കഴിഞ്ഞു പോട്ടെ. പിന്നെ വയസ്സായ അച്ഛനമ്മയും നമുക്കങ്ങ് നോക്കാം. അമ്മ പണ്ടേ അസുഖക്കാരിയ. അച്ഛനും ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടല് തുടങ്ങിയിട്ടുണ്ട്. 2 ആളെയും ചികിത്സിച്ച് സുഖിക്കാം, സന്തോഷം കണ്ടെത്താം ഇനിയുള്ള കാലം. എന്താ അത് കേട്ടപ്പോ തന്നെ തൃപ്തിയായോ? വീട് മാറാൻ പറഞ്ഞ മാറത്തൂല്ല, കറവ പശുവിനെ കയറൊഴിച്ച് വിടാനും പോകുന്നു. നീ തരാനുള്ള സ്ത്രീധനം തന്നിരുന്നെങ്കിലേ ആ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇനി അതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അതിലേക്കൊരു കണ്ണ് വേണ്ട. തരാനുള്ളത് തരത്തുമില്ല, മറ്റുള്ളവരുടെ വരുമാനത്തിൽ കണ്ണും നട്ടങ്ങനെ ഇരിക്കുക. സീതേച്ചി അങ്ങോട്ട് പോയാലേ കുറച്ചുകൂടെ നിന്റെ ചെലവൊക്കെ അങ്ങ് ചുരുക്കേണ്ടി വരും. ഇനി എന്തോന്ന് ചുരുക്കാനാ? അവസാനം ചുരുക്കി വയറൊട്ടൂന്നാ ഞാൻ പറഞ്ഞ. ഭഗവാനെ, നാളെ ആ യാത്ര മുടങ്ങണേ. ഇനി രാമൻ വരുവാണെങ്കിൽ തന്നെ അയാൾക്കിപ്പോ ഒരു പെണ്ണുണ്ടാവണേ. അയാൾക്ക് കുഞ്ഞുങ്ങളും പെണ്ണും ഉണ്ടായി കാണണേ. അല്ലെങ്കിൽ ആറു പിശുക്കനായ ഒരാളോട് ജീവിച്ച് അത്താഴ പട്ടിണിക്കാരിയെ തീരുവേ.
കാത്തിരുന്ന ശേഷം ദേവി തന്നെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആളാ. ഈ ആളിനെ എനിക്ക് തന്നെ ഇങ്ങ് തരണം. ഞങ്ങൾക്കിടയിൽ ഒരു തടസ്സവും പാടില്ല. എന്റെ ഇഷ്ടം റാം ഇതിനോടൊക്കെ അറിഞ്ഞിരിക്കണം. ഹൃദയത്തിൽ ഞാൻ ഉണ്ടാവണം. അതിനിടയിൽ പങ്കാളിയാവാൻ മറ്റൊരാൾ വരരുത്. ആത്മാർത്ഥമായിട്ട് വിളിക്കുകയാണല്ലോ. ദൈവത്തിനെ ഉണർത്താൻ തന്നെയാണ് പരിപാടി. എന്റെ ഒരു ഇഷ്ടം ഞാൻ ദൈവത്തെ അറിയിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് നല്ലൊരു തന്നെ നിനക്ക് ഭർത്താവായി തരണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കായിരുന്നു. റാം എന്താ പറഞ്ഞത്? നല്ലൊരു പെണ്ണിനെ കൂട്ടിന് കിട്ടണമെന്നാണോ? ഹേയ്, ആയിരിക്കും. ആ പെണ്ണ് ഞാനും ആയിരിക്കും. എന്താടി ഒരു ആലോചന? ഏയ് അല്ല, റാം ഏതെങ്കിലും പെണ്ണിനെ മനസ്സിൽ സങ്കല്പിച്ചിട്ടാണ് പ്രാർത്ഥിച്ചതെങ്കിൽ അവളെ കിട്ടണേന്ന് മനസ്സിൽ പറയായിരുന്നു. എന്താ ഒരു സന്തോഷം? അല്ല, നിനക്കൊപ്പം വന്നതല്ലേ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ നാളെ നേരം പുലരും മുമ്പ് ഞാൻ റെഡിയായിരിക്കും. വന്ന് വിളിക്കണം. ചിലപ്പോ ഞാനതങ്ങ് വിട്ടു. എങ്കിൽ എനിക്കും അറിയാം ഡ്രൈവിംഗ്. അത് ഇൻട്രസ്റ്റിംഗുവാ. ഞാൻ പിന്നാലെ വരും. അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി റാമിന്റെ നാടും വീടും പാവ അമ്മയും ഒക്കെ ഒന്ന് കാണാൻ. ശരി, ഞാൻ ഇനി നിരാശപ്പെടുത്തുന്നില്ല, വരാം. ഉറപ്പായും വരണം. ഒന്നിച്ച് ദീർഘദൂരം ഒരു യാത്ര, അതെന്നും മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കും. എന്നാൽ ആ പച്ചപ്പ് ഞാനായിട്ട് കളയുന്നില്ല. വാ പോ. എന്റെ മാത്രമല്ല, എന്നെയും ശ്രീയേട്ടനെയും സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹമാണ്, പ്രതീക്ഷയാണ് ഞങ്ങളുടെ കൂടിച്ചേരൽ. അത് ഇത്തവണയെങ്കിലും സാധിച്ചു തരണേ ദേവി. അല്ല, ഇന്ന് രാമൻ വരുവോ? അറിയില്ല. ഏതായാലും എല്ലാ പ്രാവശ്യത്തെയും പോലെ രാമന്റെ അമ്മയുടെ വകയാണ് നാളത്തെ അന്നദാനം. നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ശ്രീയേട്ടൻ വരണേന്ന്. പോറ്റിയും പ്രാർത്ഥനയിൽ അതൊന്ന് ഉൾപ്പെടുത്തിയേക്ക്. മോളായിരുന്നു. വാ. വാ. ഇത്തവണ വരുമോ ശ്രീയേട്ടൻ? വരുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സാധ്യതയുണ്ട്. എത്ര കാലമായി മോളെ അവനെ ഒന്ന് കണ്ടിട്ട്. കാണാതായ ശേഷമാ ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് ഞാൻ ആലോചിച്ചേ. എന്നുവെച്ചാൽ മുഹൂർത്ത സമയത്തല്ലേ ചടങ്ങ് മുടക്കിയത്. നിങ്ങളുടെ കല്യാണം ഒന്നല്ല, ഒരുപാട് തവണ ഞങ്ങളുടെ വിവാഹം മുടങ്ങിപ്പോയി. വിധിയും ഞാനും പിന്നെ അമ്മയുമായിരുന്നു കാരണം. ശ്രീയേട്ടൻ ഒരിക്കലും പ്രതിയല്ലായിരുന്നു. അതുകൊണ്ടാ ഇത്രയും വാശിയുണ്ടായത്. കഴിഞ്ഞ 5 വർഷമായി നിരന്തരം ഞാൻ വിളിക്കുക. ഇതുവരെ ഒന്ന് ഫോൺ എടുത്തിട്ടില്ല, ശബ്ദം കേൾപ്പിച്ചിട്ടില്ല.
എന്റെ അവസ്ഥയും അങ്ങനെയാ മോളെ. കൃത്യമായി പണം അയക്കുന്നുണ്ട് എല്ലാ മാസവും. അതതുപോലെ ബാങ്കിൽ കിടക്കുക. അവൻ അയച്ചു തരുന്ന പണം കൊണ്ട് ഉണ്ടും ഉറങ്ങിയും കാലം കഴിക്കാനല്ലല്ലോ ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കുന്നത്. അവന്റെ കല്യാണം കഴിഞ്ഞ് കാണണം, കുഞ്ഞുങ്ങളെ താലോലിക്കണം. അങ്ങനെ കണ്ണടയുന്നതിന് മുമ്പ് ആഗ്രഹങ്ങൾ ഒരുപാടാ മോളെ. ഇത്തവണ വന്നു കഴിഞ്ഞാൽ വിടത്തില്ല ഞാൻ. പോകുവാണെങ്കിൽ മോളെയും കൂട്ടിയേ പോകാൻ പറ്റൂ. കഴുത്തിൽ താലിയും ചാർത്തി. എത്ര ഓണവും വിഷുവും പിറന്നാളും ആണ്ടും ഒക്കെ കടന്നുപോയി. അന്നൊക്കെ കാത്തിരിക്കുമായിരുന്നു അവൻ വരുമെന്നും പറഞ്ഞു. ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടാൽ ഓടി അണച്ചു നോക്കും ഞാൻ. ഇറങ്ങി വരുന്നത് എന്റെ രാമനാണോന്ന്. അല്ലാതാകുമ്പോ പിന്നിരുന്ന് കരയും. അല്ലാതെ എന്താ ചെയ്യുക? 5 വർഷമായില്ലേ? വാശിയൊക്കെ തണുത്തോന്ന് കരുതാമോ? അമ്പലത്തിൽ പോയിട്ട് നന്നായി പ്രാർത്ഥിച്ചോ? ഇത്തവണയെങ്കിലും മംഗല്യഭാഗ്യം ഉണ്ടാവണേന്ന്. ഒന്നും വേണ്ട, എനിക്കെന്റെ ശ്രീയേട്ടനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ കാരണം അമ്മോൾക്ക് ഈ വിധിയുണ്ടായത്. ആ നീട്ടിൽ എനിക്കുണ്ട്. അതൊരു കടമായി ബാക്കി നിൽക്കുക. അതിത്തവണ തീർക്കണം. വരുന്ന വിഷുവിന് വിഷുക്കണിയുമായിട്ട് മുന്നിലേക്ക് വരുന്നത് മോളായിരിക്കണം, എന്റെ മോനും ഒത്ത്. അമ്മ ചായ എടുത്തോണ്ട് വരാം. ഞാൻ ഇഷ്ടപ്പെടാത്ത പേര്. ഇവളെന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? എന്റെ ശബ്ദം കേൾക്കട്ടെ അവള്. ഹലോ, ഹലോ, ആരാ?